നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്തു വരുന്ന എപ്സ്റ്റീൻ ഫയൽസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില ഉള്ളടക്ക രഹസ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പറയുമ്പോൾ ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന്? അമേരിക്കയിലെ ഒരു വലിയ ധനാഢ്യൻ എന്ന് പറയുന്നതിന് ഉപരിയായി ഒരു സാമ്പത്തിക വിദഗ്ധനും ധനകാര്യ വിദഗ്ധനും, ലോകത്താകമാനമുള്ള ധനകാര്യ വളരെ സമ്പന്നർക്ക് വളരെയധികം സാമ്പത്തികമായ ഉപദേശം കൊടുക്കുന്നതും എന്നാൽ അതേസമയം ഇത്രയും ധനാഢ്യനാണെങ്കിൽ പോലും ഒരു കുറ്റവാളിയും കൂടിയായ ജെഫ്രി എപ്സ്റ്റീനിൻ്റെ കഥയാണ് ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ പ്രായഭേദമന്യ ആൾക്കാരുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ജെഫ്രി എപ്സ്റ്റീൻ? ജെഫ്രി എപ്സ്റ്റീൻ സാമ്പത്തികമായ വിദഗ്ധൻ മാത്രമൊന്നല്ല, ആഗോളമായ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ള അതിധനികരുടെയൊക്കെ വളരെ അടുത്ത ഒരു മിത്രമായി വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 100 കോടിയിലധികം ഡോളർ വരുമാനമുള്ളവരുമായി മാത്രമേ ജെഫ്രി എപ്സ്റ്റീന് ബന്ധം സ്ഥാപിക്കൂ എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സ്വന്തമായി തന്നെ ഒരു ദ്വീപ് ഉള്ളപ്പോൾ ആ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയകാല കഥകളിലൊക്കെ ഉള്ളത്, അലാവുദ്ദീനും അത്ഭുത വിളക്കം എന്ന് പറയുന്ന കഥകൾക്കുള്ള തരത്തിൽ കാണുന്നത് പോലെ തന്നെ വളരെ നിഗൂഢവും അതേസമയം വളരെ അതിശോക്തി കലർന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി വരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്വന്തമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ലിറ്റിൽ ജെയിംസ് എന്ന് പറഞ്ഞ ദ്വീപാണ് അമേരിക്കയിലെ ഫ്ലോറിഡ ഐലൻഡിലെ ലിറ്റിൽ ജെയിംസ് എന്ന് പറയുന്ന തരത്തിൽ നാമകരണത്തിലുള്ള ഒരു ദ്വീപ് ആദ്യം സ്വന്തമാക്കുകയും അതിനുശേഷം ഒരു ഗ്രേറ്റർ ജെയിംസ് എന്ന് പറയുന്ന ഒരു ദ്വീപ്, ഇത് 1998 ആദ്യത്തെ ദ്വീപ് വാങ്ങിയെങ്കിൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗ്രേറ്റർ ജെയിംസ് എന്നൊരു ദ്വീപും ഇദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി. ഈ ദ്വീപിനകത്ത് ചുറ്റിപ്പറ്റിയാണ് വളരെ നിഗൂഢമായ കഥകളുള്ളത്. ദ്വീപിനകത്ത് ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ, ബീച്ചുകൾ, റിസോർട്ടുകൾ, അങ്ങനെ പലതരത്തിലുള്ള അതിനിഗൂഢമായ പല കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നെന്നും ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീനെ സന്ദർശിച്ചിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്നത്. ആ ജെഫ്രി എപ്സ്റ്റീനെ സന്ദർശിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന ആൾക്കാരിൽ ഇന്ന് ലോകപ്രശസ്തരായ പല വ്യക്തികളും ഉണ്ട് എന്നുള്ളതാണ് പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമായി എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. പലരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും ഇത് എപ്സ്റ്റീൻ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ഫയൽസാണ്, അല്ലെങ്കിൽ എപ്സ്റ്റീൻ്റെ ഫയൽസ് എന്നുള്ള രീതിക്ക്. സത്യത്തിൽ അങ്ങനെയല്ല. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ, എപ്സ്റ്റീനെ കുറിച്ചുള്ള ജയിൽ രേഖകൾ, എപ്സ്റ്റീൻ്റെ ഫ്ലൈറ്റ് ലോഗിൽ എപ്സ്റ്റീന് സ്വന്തമായ ഒരു സ്വകാര്യ വിമാന സർവീസ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെ പേരിട്ടിരിക്കുന്നത് ലോലിത എക്സ്പ്രസ് എന്നാണ്. ഈ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർ അത് ഈ ദ്വീപിലോട്ടൊന്ന് മാത്രമല്ല, ഈ ലിറ്റിൽ ജെയിംസ് എന്ന് പറയുന്ന ദ്വീപിലോട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ജെയിംസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ദ്വീപിലോ മാത്രമല്ലാതെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്തിയിരുന്നതായിട്ട് നമുക്കറിയാം. അപ്പം അത്തരം വിമാനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ, എപ്സ്റ്റീൻ്റെ മരണപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, എപ്സ്റ്റീനുമായി കേസിനെ ആസ്പദമാക്കിയുള്ള എപ്സ്റ്റീൻ്റെ കേസുമായി ആസ്പദമാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് ലോകത്തെ ധനാഢ്യന്മാരും സമൂഹത്തിൽ ഉള്ള ഉന്നതരും ഇദ്ദേഹത്തെ കാണുമായിരുന്നു. കാരണം എപ്സ്റ്റീൻ പലതരത്തിലുള്ള ചടങ്ങുകൾ അയാളുടെ സ്വകാര്യ റിസോർട്ടുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഒരുപാട് ബിസിനസ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരുപാട് ഉന്നതരുടെ ബർത്ത്ഡേ പാർട്ടികൾ, അങ്ങനെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ വളരെ ഉന്നതരുമായിട്ടുള്ള സ്വകാര്യമായ
രഹസ്യമായ കൂടിക്കാഴ്ചയ്ക്ക്. ആ രഹസ്യമായ കൂടിക്കാഴ്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചില പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫലമാറ്റമൊക്കെ ഉള്ള തരത്തിലും ഒക്കെയുള്ള കാര്യങ്ങളുള്ള കൂടിക്കാഴ്ചകൾക്ക് അല്ലെങ്കിൽ വെറുതെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്നവർ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ പോയിരുന്നു വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ ഉള്ള കാര്യങ്ങളിലാണ് ഈ എപ്സ്റ്റീൻ്റെ തന്നെ ഫ്ലൈറ്റ് ലോഗിനകത്ത് യാത്ര ചെയ്തവർ ആരൊക്കെ എവിടെ നിന്ന് യാത്ര ചെയ്തു, എങ്ങനെയൊക്കെ യാത്ര ചെയ്തു, എത്ര പേർ യാത്ര ചെയ്തു എന്നുള്ള വിവരങ്ങളെക്കുറിച്ചൊക്കെ ശേഖരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതേപ്പറ്റിയും ചുറ്റിപ്പറ്റിയ വിവാദങ്ങളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർ ശരിക്കും ദ്വീപിലോട്ടാണോ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ദ്വീപിലോട്ട് ചെന്നിട്ട് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ നിഗൂഢമായി ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും 2000-ൽ കൊച്ചു പെൺകുട്ടികളെ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ വേശ്യാവൃത്തിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായ കുറ്റകൃത്യങ്ങളിലോട്ട് നയിച്ചിരുന്നു എന്നുള്ളതിന് തീർച്ചയായും തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജെഫ്രി എപ്സ്റ്റീൻ ഒരു കുറ്റവാളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കുമില്ല. പക്ഷെ ആ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ബാക്കിയുള്ള ലോക നേതാക്കൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സെലിബ്രിറ്റികൾ മറ്റൊക്കെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ തരത്തിൽ കുറ്റവാളികളാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ആധികാരികമായ രേഖകളൊന്നും പൂർണ്ണമായി വന്നിട്ടുമില്ല തന്നെയാണ്. തീർച്ചയായും പിന്നെ പല നിഗമനങ്ങളും ഇതേക്കുറിച്ച് വന്നിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ കുറച്ച് എന്തെങ്കിലുമുള്ള ഇതിൻ്റെ സത്യവും മിഥ്യയും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തന്നെ ഒരാൾ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഏത് കഥയ്ക്ക് കൂടെയും തന്നെ അനുബന്ധമായി ദൃശ്യമാധ്യമങ്ങൾ വഴി വളരെയധികം കഥകൾ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിലും സത്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾക്കും പൂർണ്ണമായി തെളിവില്ല. ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ ദ്വീപിനകത്ത് തന്നെ സാത്താൻ ആരാധിക്കുന്ന തരത്തിലുള്ള ഒരു ആരാധനാലയം ഉണ്ടെന്നും ഒരുതരം ബ്ലാക്ക് മാജിക്കുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി അത് നിഗൂഢമായ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ ഉണ്ടായിരുന്നു എന്നും ഒക്കെയുള്ള തരത്തിൽ നമ്മളിന്ന് പലപ്പോഴും കേൾക്കുന്നത് കൊച്ചു പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒരു എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് തന്നെ അവിടെ സന്ദർശിച്ചിരുന്നതായിട്ടും ഈ കൊച്ചു പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നതായിട്ടും അവരെ പീഡിപ്പിച്ചതായിട്ടും ഈ പെൺകുട്ടികളെ കൊണ്ട് തന്നെ അവരിലും പ്രായം കുറഞ്ഞ് അവരുടെ ചോര കുടിപ്പിച്ചിരുന്നതായിട്ടും അവരെ കൊല്ലുവാൻ വേണ്ടി പ്രേരിപ്പിച്ചതുമായിട്ടൊക്കെയുള്ള വളരെ സെൻസേഷണലായിട്ടുള്ള ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിൽ വരുമ്പോഴും അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ സാധുതയും കാണുന്നില്ല, അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ല എന്ന് അത് പറഞ്ഞതുകൊണ്ട് മാത്രം ജെഫ്രി അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഒരിക്കലും കുറ്റവാളി അല്ലാതാകുന്നില്ല എന്നുള്ളതും പ്രേക്ഷക സമൂഹം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തു തന്നെയാണെങ്കിലും 2000-ൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം പെൺകുട്ടികൾ ട്രാഫിക്കിങ്ങിന് വിധേയമാക്കി എന്നുള്ളത് സത്യമാണെന്നും 2008-ൽ ചെറിയ ഒരു ശിക്ഷയ്ക്ക് അയാൾ വിധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും വളരെ സത്യമാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും അറസ്റ്റിലായ ജെഫ്രി എപ്സ്റ്റീൻ 2019-ലായിരിക്കുമ്പോൾ ന്യൂയോർക്ക് ജയിലിൽ വെച്ച് മരിച്ച നിലയിൽ കാണപ്പെട്ടു. അവിടെയും നിഗൂഢതകൾ തുടരുന്നു. നേരത്തെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ദ്വീപിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനിഗൂഢമായ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മരിച്ച നിലയിൽ എന്നുള്ളത് ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഡെത്ത് ബൈ ഹാങ്ങിങ്, തൂങ്ങി മരിച്ചു എന്ന നിലയിലാണ് കാണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതും ഇന്ന് വളരെയധികം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചിരിക്കുന്ന ഒരു അതിനകത്ത് സെൽ ഇൻമേറ്റ്സ് എന്ന് പറയുന്ന, അതായത് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്നും അത് നേരത്തെ മനസ്സിലാക്കിയത് കാരണം കുറച്ച് സെൽ ഇൻമേറ്റ്സ് കൂടെ മറ്റു കുറച്ച് തടവുകാർ അല്ലെങ്കിൽ 1-2 തടവുകാർ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതും സത്യമായിരുന്നു. പക്ഷേ പിന്നീട് അപ്പോഴും സെൽ ഇൻമേറ്റ്സ് ഇല്ലാതെ വന്നിരിക്കുകയും ചെയ്യുന്നു. അതിനുപരിയായി ജെഫ്രി എപ്സ്റ്റീൻ കൊല്ലപ്പെടുന്ന സമയത്ത് ആ ജയിലിന് ചുറ്റുമുള്ള ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതും വളരെ വിചിത്രമായി കാണപ്പെട്ടു. അതിനുപരിയായി ഈ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടിയിരുന്നിരുന്ന ഒരു ഗാർഡുകൾ അത് കണ്ടില്ല, ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ ജീവിതം പോലെ തന്നെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ദ്വീപിനെ കുറിച്ചുള്ള നിഗൂഢതകൾ പോലെ തന്നെ
ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ സത്യമായി തന്നെ അവശേഷിക്കുന്നു. അതൊരു നിഗൂഢമായി തന്നെ. ഒന്നുകിൽ ജെഫ്രി എപ്സ്റ്റീൻ കൊല്ലപ്പെടണമെന്ന് ലോകരാഷ്ട്രങ്ങളിൽ ആരൊക്കെ ആഗ്രഹിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതായിരിക്കാം. എന്തായാലും ഡെത്ത് ബൈ ഹാങ്ങിങ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു കൊടും കുറ്റവാളി ഈ ജെഫ്രി എപ്സ്റ്റീൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ദുരൂഹമായ തരത്തിലുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളിത് അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പ്രചരിപ്പിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായി ജെഫ്രി എപ്സ്റ്റീൻ്റെ സഹായിയായി ഒരു ഗിൽസൈൻ മാക്സ്വെൽ എന്ന് പറയുന്ന സ്ത്രീ, ഈ സ്ത്രീയാണ് സത്യത്തിൽ ഈ പെൺകുട്ടികളെല്ലാം ട്രാഫിക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ വലവീശി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതുള്ളതാണ്. ആ സ്ത്രീ 2021 അവരും ശിക്ഷിക്കപ്പെട്ടു. ഇന്നും 20 വർഷത്തെ തടവായി അവർ ജയിലിൽ കഴിയുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ സെൻസേഷനായി മാറുന്നു എന്ന് ഉള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമായി ചിന്തിക്കേണ്ടത് ഇത് ആരോഗ്യപരമായി, മാനസികാരോഗ്യമായി, അല്ലെങ്കിൽ സമൂഹ മനസ്സാക്ഷിയും മനഃശാസ്ത്രവുമായി നമ്മളൊന്ന് കോർത്തിണക്കുമ്പോൾ എന്തായിരുന്നു എൻ്റെ പിന്നിലെന്ന് ചിന്തിക്കുമ്പോഴുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാനെന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ദി സൈക്കോളജി ഓഫ് പവർ എന്നാണ്. അതായത് അമിതമായ അധികാരവും സ്വത്തും ഒക്കെ കൈമുതലായി വരുമ്പോൾ തങ്ങൾ ധാർമ്മികതയ്ക്ക് മുകളിലാണെന്നും ധാർമ്മികത തങ്ങൾക്ക് ഒരു തരത്തിലും ബാധകമല്ലെന്ന് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം തങ്ങൾക്കുണ്ട് എന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സൈക്കോളജി ഓഫ് പവർ. രണ്ടാമതായി ഇതിനകത്ത് പറയാനുള്ളത് ഗ്രൂമിങ് ആൻഡ് മാനിപ്പുലേഷൻ എന്നുള്ളതാണ്. ശരിക്കും ഗ്രൂമിങ് ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഈ എന്ന് പറയാൻ ഒരു തരം ചൂഷണമാണ്. അമിതമായ എന്ന് പറയാൻ ചൂഷണം, മാനിപ്പുലേഷൻ. ഈ ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കുന്നു. ചൂഷണത്തിലൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പലതരത്തിലും കുട്ടികളുടെ വിശ്വാസ്യത ആദ്യം നേടിയെടുത്ത് സംഘത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലാണ് ഗ്രൂമിങ്. അത് പിന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു സൈക്കോളജിക്കൽ വശം അല്ലെങ്കിൽ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ്. ഗ്യാസ് ലൈറ്റിംഗ് അതായത് ഇരകളെ ഇത്തരം പ്രവൃത്തികളിൽ വശീകരിച്ചെടുക്കുന്നവരെ ഇരകളെന്ന് നമുക്ക് പറയാം. ഇന്ന് ഇരകളുടെ ഒരു കാലഘട്ടമാണ്. ഈ ഇരകളുടെ ഒരിക്കലും ഇരകളെ എന്ത് പറയാനായിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വരാത്ത വിധം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഉപബോധ മനസ്സിൽ അത് ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണം അവരുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കൊടുക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വിശേഷമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിന്നിലും ഇത്തരം ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നതായ ഒരു സമ്പ്രദായമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു കാരണം ഇതെന്തുകൊണ്ട് ഇത്രയധികം വളരെ ഇത് നേടിയെന്ന് കഴിഞ്ഞാൽ അത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നുള്ള ഒരു ഇതാണ്. കാരണം പൊതുവെ ഉന്നതർ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഉന്നതർ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് ഇടപെടുന്നത് ശരിയല്ലെന്ന് നമ്മൾ മാറി നിൽക്കാമെന്നും മറ്റാരെങ്കിലും അത് ഇടപെട്ട് ശരിയാക്കിക്കൊള്ളട്ടെ എന്ന തരത്തിലുള്ള ഒരു ചിന്ത വരുന്നതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൈസ്റ്റാൻഡർ എഫക്റ്റ്. അതിനേക്കാൾ ഉപരിയായി ഈ കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. കൊഗ്നിറ്റീവ് ഡിസൊണൻസ് തങ്ങൾക്ക് പ്രിയപ്പെട്ട ആരാധ്യരായ സെലിബ്രിറ്റികളാകട്ടെ, രാഷ്ട്രീയ നേതാക്കളാകട്ടെ, അവരിത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടു പോയി എന്നുള്ളത് സാധാരണ ജനത്തിന് അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള, അവരുടെ ബോധത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിശേഷം വരുമ്പോഴാണ് ഈ കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ തന്നെയാണ് ഇത് വളരെ സൈക്കോളജിക്കലായിട്ട് ഇത് വളരെ ഇത് വ്യാപകമായി ഈ വാർത്തകൾ പടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്തകളൊക്കെ പൊടുപ്പും തൊങ്ങലും ബാക്കി കാര്യങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായി പടർത്തിയതിൻ്റെ പിന്നിലും അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടുതൽ ഇതാകാനുള്ള ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഒരിതാണ്. ദൃശ്യമാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തുകൊണ്ടാണ് ദൃശ്യമാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെയ്യുന്നതെന്നില്ല. അതിനകത്തൊരു പ്രധാനമായി ഇതായിട്ട് പറയാം ഷിഡൻ ഫ്രോയിഡ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. കാരണം ഉയർന്ന നിലയിലുള്ള ആൾക്കാരെ
എപ്പോഴും അവരുടെ തകർച്ച, അവനും ഇത് സംഭവിച്ചല്ലോ, അവനിത് ബാധിക്കണമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ പറഞ്ഞാൽ അവൻ നിയമത്തിന് അതീതനല്ല, അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ളവൻ്റെ വീഴ്ച കാണാനുള്ള സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഇല്ലാത്തവൻ്റെ വ്യഗ്രതയും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന നിഗൂഢമായ ഒരു സന്തോഷമാണ് ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങൾ മുതലെടുത്ത് ഈ വാർത്തകളെ വളരെ സെൻസേഷണലാക്കുന്നു എന്നുള്ളതാണ്. വാർത്തകളെ സെൻസേഷണലാക്കുന്നു, അല്ലെങ്കിൽ വാർത്തകളുടെ വസ്തുതാപരമായ കാര്യങ്ങൾ നിജസ്ഥിതിക്ക് പിന്നാലെ പോകാനെന്ന് മാധ്യമങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. എപ്പോഴും വസ്തുതകൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ഇതിനെ ഒരു ത്രില്ലർ സിനിമ പോലെയാക്കി മാറ്റാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയും ഇത്തരം വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യണമെന്നുള്ളതാണ്. സെൻസേഷണൽ ചെയ്താൽ ഒരു സിനിമ കഥ പോലെ, ഒരു മുത്തശ്ശി കഥ പോലെ എപ്പിസോഡുകൾ കണക്കിന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആൾക്കാർക്ക് അതിൻ്റെ അറ്റൻഷൻ കിട്ടുമെന്നുള്ളതാണ്. ഭയം വിൽക്കുക, അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുക, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, സുരക്ഷിത ബോധം ഉണ്ടാക്കുക എന്നുള്ളത് പൊതുവെ മാധ്യമങ്ങളുടെ ഒരു രീതിയാണ്. എല്ലാ മാധ്യമങ്ങളുടെയും രീതിയാണെന്ന് പറയുന്നില്ല. പൊതുവെ ഇത്തരം വാർത്തകൾ തീർച്ചയായും ലോകം അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഇതിനെ വസ്തുതകൾക്ക് പകരം ഫാക്ട്സ് ചെക്കൗട്ട് ചെയ്യുന്നതിന് പകരം അതിനെ സെൻസേഷനലൈസ് ആക്കുന്നതാണ് കൂടുതൽ വിവാദകരമായ ഒരു ഇത്. അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രവും അത്തരത്തിലുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും പിന്നിൽ ഒരു ഈ അറ്റൻഷൻ എക്കോണമി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഒരു വ്യക്തി സ്വന്തമായി സമ്പത്ത് നേടുക എന്നുള്ളത് പോലെ തന്നെയാണ് അവന് സൊസൈറ്റിയിൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. ആ അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടി നമ്മൾ സാധാരണ രീതിക്ക് ഒരു സിനിമ മറ്റൊക്കെ ഇറങ്ങിയാൽ നമ്മൾ പറയാറുള്ളത് പോലത്തെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അറ്റൻഷൻ നമുക്ക് നേടിയെടുക്കുക. ആ അറ്റൻഷൻ നേടിയെടുക്കുമ്പോൾ സമ്പത്തിന് തുല്യമായ രീതിക്ക്, സമ്പത്ത് കിട്ടിയതിന് തുല്യമായ രീതിക്ക് അവനിൽ സന്തോഷം ഉണ്ടാകുന്നു. ആ സന്തോഷത്തിൽ അവൻ ആഹ്ലാദത്തിൽ ആറാടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആറാടുന്ന തരത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ആറാടുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുടെ ഒരു പ്രവണതയാണ് നമ്മൾ ഈ പറഞ്ഞ അറ്റൻഷൻ എക്കോണമി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇതെല്ലാം മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. വസ്തുതാപരമായ കാര്യങ്ങൾക്കുപരിയായി ഇത്തരം അവസ്ഥകൾ കൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് നിലനിൽപ്പില്ലാതെ വരുന്ന, അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മൊട്ട ചാനലുകൾ, സാമ്പത്തികമായി മൊട്ടയായ പല ചാനലുകളും പലതരത്തിലുള്ള വാർത്തകളും പലപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. എങ്കിൽ പോലും ആരും നിയമത്തിന് അതീതമല്ല എന്നും കുറ്റകൃത്യങ്ങൾ തീർച്ചയായും അത് എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഒരുപോലെയാണെന്നും തെറ്റ് ചെയ്തവനൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ധാർമ്മികമായ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഫ്സ്റ്റീൻ ഫയൽസിൽ പ്രചരിപ്പിക്കുന്ന പല കഥകളും വെറും കെട്ടുകഥകളാകണം എന്നുള്ള ചെറിയൊരു ഓർമ്മപ്പെടുത്തലും, ഒപ്പം ഇനിയും സത്യങ്ങൾ പുറത്ത് വരാനുണ്ടെങ്കിൽ അത് വരട്ടെ, അതിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുക എന്നും, ഇത്തരം എഫ്സ്റ്റീൻ ഫയൽസും മാനസിക സാമൂഹിക മനുഷ്യൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ചിന്താഗതിയെ ഏതൊക്കെ തരത്തിൽ സൈക്കോളജിക്കലായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വിഷയം മാത്രം ഓർമ്മിപ്പിക്കാനാണെന്ന് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം സെൻസേഷണലായിട്ടുള്ള വാർത്തകൾക്ക് പിന്നിലുള്ള മനഃശാസ്ത്രപരമായ സമീപനവും കാര്യങ്ങളെക്കുറിച്ച് മറ്റു വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.